السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഹിജ്റയുടെ 5-ാം കൊല്ലം ശവ്വാൽ മാസത്തിൽ നടന്ന അഹ്സാബ് യുദ്ധം എന്ന പേരിലും ഖന്ദഖ് യുദ്ധം എന്ന പേരിലും അറിയപ്പെടുന്ന മഹത്തായ ഒരു ത്യാഗ സമ്പൂർണമായ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഹ്രസ്വമായി ഞാനിവിടെ അപഗ്രഥിക്കുന്നത്. ഖന്ദഖിൽ സംബന്ധിച്ച മുസ്ലിമീങ്ങൾ അവരുടെ ത്യാഗത്തിന്റെയും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അനൽപമായ അവരുടെ ഇച്ഛാശക്തിയെയുമൊക്കെ നന്നായി വിശകലനം ചെയ്യപ്പെടേണ്ട സന്ദർഭമാണിത്. അള്ളാഹു ആ യുദ്ധത്തിൽ സംബന്ധിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മഹാന്മാരായ സഹാബത്തിനും നമ്മളെ തൊട്ടെല്ലാം ഖൈറായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മളെ അള്ളാഹു സാലിഹ്യങ്ങളിലും അവന്റെ ദീനിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഖന്ദഖ് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധത്തിലേക്ക് നയിച്ച പശ്ചാത്തലം, ബനു നളീർ ഗോത്രക്കാർ, മദീനയിൽ 3 ജൂത ഗോത്രങ്ങൾ താമസിച്ചിരുന്നുവല്ലോ മുത്തുനബി ചെല്ലുമ്പോൾ. ബനു നളീർ, ബനു ഖൈനുഖാ, ബനു ഖുറൈള. ഇതിലെ ബനു നളീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയും അത് പിടിക്കപ്പെടുകയും ഹിജ്റയുടെ 4-ാം കൊല്ലം റബീഉൽ അവ്വലിൽ അവർ നാട് കടത്തപ്പെടുകയും ചെയ്തു. അവരിൽ നിന്ന് കുറെ ആളുകൾ ഖൈബറിൽ താമസിച്ചു. അവർ ഖുറൈശികളെയും ഖത്ഫാൻ എന്ന് പറയുന്ന മറ്റൊരു പ്രമുഖമായ അറബി ഗോത്രത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ബനു ഖുറൈള മദീനയിൽ താമസിച്ചുകൊണ്ടിരുന്ന പ്രമുഖമായിട്ടുള്ള ഒരു ജൂതഗോത്രം, അവരെയും നബിക്കെതിരിൽ പരമാവധി സഹായത്തിന് കൂട്ടാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശനങ്ങൾ നടത്തിയത് നമുക്ക് കാണാം. അങ്ങനെ ഈ ബനു നളീർ ഗോത്രക്കാർ നബിതങ്ങളോടുള്ള പ്രതികാരം തീർക്കാൻ ഖുറൈശികളെയും ഖത്ഫാൻ ഗോത്രക്കാരെയും ഒക്കെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് ഇവർ നിരന്തരം അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഇന്നാ സനകൂനു മഅക്കും ഹത്താ നസ്തഅസിലഹു സഅലതുഹും ഖുറൈശ് അഫദീനുനാ ഖൈറുൻ അം ദീനുഹു ഖാലൂ ബൽ ദീനുക്കും ഖൈറുൻ മിൻ ദീനിഹി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങളോട് യുദ്ധം ചെയ്യാൻ ഖുറൈശികളെ പ്രേരിപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ബനു നളീർ ഗോത്രക്കാർ പറഞ്ഞത്, നിങ്ങളുടെ ഒപ്പം ഞങ്ങളും പാറ പോലെ ഉറച്ചു നിൽക്കും, അവരെ നമുക്ക് ഉന്മൂലനം ചെയ്യണം, നാട്ടിൽ നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾ ഈ ജൂതന്മാരോട് ചോദിച്ചു, ഞങ്ങളുടെ മതമാണോ മുഹമ്മദ് നബിയുടെ മതമാണോ ഉത്തമമെന്ന്. അവർ പറഞ്ഞു, നിങ്ങളുടെ മതം തന്നെയാണ് ഉത്തമമെന്ന്. അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാ أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. വേദക്കാരാണ് എന്ന് പറയുന്ന ഈ ആളുകൾ, ബനു നളീർ ഗോത്രം ജൂതന്മാരാണല്ലോ, അവർ വേദം കിട്ടിയവരല്ലേ. പക്ഷെ അവർ പ്രതിഷ്ഠകളെയും അതുപോലെ തന്നെ പൈശാചിക ദുർവൃത്തികളെയും ഒക്കെ വിശ്വസിക്കുകയും സത്യനിഷേധികളോട് മുസ്ലിമീങ്ങളെക്കാൾ സന്മാർഗത്തിൽ നിങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ പടച്ച തമ്പുരാന്റെ ശാപത്തിന് അർഹരായി തീർന്നു. അള്ളാഹുവിന്റെ ശാപം ലഭിച്ചവരാവട്ടെ അവർക്കൊരു സഹായിയെയും എത്തിക്കുന്നതല്ല എന്ന് ഖുർആൻ പറഞ്ഞത് അവരെക്കുറിച്ചാണ്. അങ്ങനെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരം സമ്മർദ്ദങ്ങൾ കൂടിയപ്പോൾ ഖുറൈശികളും ഖത്ഫാൻ ഗോത്രക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാൻ സമ്മതിക്കുകയും അവർ സൈന്യത്തെ പ്രത്യേകം അതിനുവേണ്ടി തയ്യാർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നേരത്തെ ബദറും ഉഹദും നടന്നു. ബദറിൽ അപ്രതീക്ഷിതമായ നാണംകെട്ട തോൽവിയുമായി തിരിച്ചുപോയ ഖുറൈശികൾ അതിന് പ്രതികാരം ചെയ്യാൻ ഉഹദിലേക്ക് വന്നു. അവിടെയും യുദ്ധത്തിന്റെ ക്ലൈമാക്സ് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി.
അതിനുള്ള പ്രതികരണം വീണ്ടും ഒരു യുദ്ധത്തിലൂടെ നടത്താൻ ഹിജ്റയുടെ 4-ാം കൊല്ലം തന്നെ ശ്രമങ്ങളുണ്ടായെങ്കിലും മറ്റു ചില സാങ്കേതിക തകരാറുകൾ കാരണത്താൽ അല്ലെങ്കിൽ തടസ്സങ്ങൾ കാരണത്താൽ അത് നടന്നിരുന്നില്ല. അപ്പോൾ അതിന് പകരം ചോദിക്കാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ളൊരു സൈനിക മുന്നേറ്റത്തെ ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഖുറൈശികൾക്ക് ഇത്തരം ഒരു പദ്ധതിയുണ്ട് എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട് അവരെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് കൂടിയാലോചിച്ചപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായിട്ടുള്ള സൽമാൻ റളിയല്ലാഹു അൻഹു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില യുദ്ധത്തിന്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കിടങ്ങ് കുഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അഥവാ ശത്രുക്കളെ ആ കിടങ്ങിന്റെ ഇപ്പുറത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം പ്രതിരോധത്തിലാക്കുക, അവരെ തടയുക എന്ന നിലക്കുള്ള ഒരു ശ്രമം. അങ്ങനെ ആ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്വീകരിക്കുകയും കിടങ്ങ് കുഴിക്കാൻ വേണ്ടി സഹാബത്തിനോട് നബി തങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 10 വീതം ആളുകൾക്ക് 40 മുഴം കുഴിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതെന്ന് ചരിത്രത്തിൽ കാണാം. ആ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരോടൊപ്പം അവരിൽ ഒരാളായി ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങളുടെ സഹാബത്ത് തങ്ങളോട് അപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, യാ റസൂലല്ലാഹ് നഹ്നു നക്ഫീക്, നബിയെ തങ്ങൾക്ക് പകരം ഞങ്ങൾ ചെയ്തോളാം, തങ്ങൾ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതിയെന്ന്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഉരീദു മുശാറക്കത്തക്കും ഫിൽ അജുർ, നിങ്ങളെപ്പോലെ കൂലിയിൽ എനിക്കും പങ്കാളിത്തം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. 6 ദിനം കൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് കിടങ്ങ് പൂർത്തിയാക്കി. ഈ ഭാഗത്തു കൂടിയ ശത്രുക്കൾക്ക് വാസ്തവത്തിൽ മദീനയിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ. മറ്റു ചുറ്റുഭാഗങ്ങളെല്ലാം കെട്ടിടങ്ങളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളുമൊക്കെയായി ഒരു ശത്രുമുന്നേറ്റത്തിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. അപ്പൊ അவ்விധത്തിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഈ കിടങ്ങ് കുഴിക്കുന്നതോടുകൂടെ വാസ്തവത്തിൽ ശത്രുക്കൾ പ്രതിരോധത്തിലാവുകയാണ്. കിടങ്ങ് കുഴിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ മദീനയിലെ മരം കോച്ചുന്ന തണുപ്പുള്ള ദിവസങ്ങളാണത്. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള വിശപ്പിന്റെ വിളിക്ക് പരിഹാരം കാണാൻ സാധിക്കാത്ത ദാരിദ്ര്യത്തിന്റെ വല്ലാത്ത സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. വയറ്റത്ത് കല്ലുകൾ വെച്ച് കെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു സപ്പോർട്ടിന് മറ്റു സംവിധാനങ്ങളില്ലാത്ത വിധം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ആവേശം നൽകുന്നതിനു വേണ്ടി പാട്ടുപാടുകയാണ്, അല്ലാഹുമ്മ ഇന്നൽ ആയിഷ ആയിഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. പടച്ചവനെ, യഥാർത്ഥ ജീവിതം പാരത്രിക ജീവിതമാണല്ലോ, അവിടേക്ക് സന്തോഷത്തിന്റെ സമ്മാനമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട മുഹാജിറിനും അൻസാറിനും നീ പുറത്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പാടി. മഹാന്മാരായ സഹാബത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ തങ്ങളെ ആശ്വസിപ്പിക്കും വിധത്തിൽ അവർ തിരിച്ചു മറുപടി പറഞ്ഞത് ചരിത്രത്തിലുള്ളത്, നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരണം വരെ പോരാട്ടത്തിന് തയ്യാറാണെന്ന് കരാറുണ്ടാക്കിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ ഇങ്ങനെയും പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം, അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫബാരിക് ഫിൽ അൻസാരി വൽ മുഹാജിറ. മുഹാജിറിനും അൻസാറിനും പുറത്തു കൊടുക്കണമെന്ന്, പരലോകത്തെ നന്മയാണ് ഏറ്റവും വലിയ ആത്യന്തിക നന്മയെന്നും അത് സ്വായത്തമാക്കാനുള്ള അവസരം അവർക്ക് നൽകണമെന്നും മുത്തുനബി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഒന്നിച്ചു പടച്ചവന് ശുക്ർ ചെയ്തുകൊണ്ടവർ ഒന്നിച്ചു പാടുകയാണ്, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖദാമ ഇല്ലാ ഖൈനാ ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈനാ ഇദാ അറാദു ഫിത്നതൻ ആബൈനാ. അല്ലാഹു തആല സന്മാർഗം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്മാർഗത്തിലെത്താനോ നേരിന്റെ വഴി സ്വീകരിക്കാനോ ധർമ്മം ചെയ്യാനോ നിസ്കരിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്യുന്നവരായി മാറിയത് അല്ലാഹുവാകുന്ന യജമാനന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് പടച്ചവനെ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകുകയും ശത്രുക്കളെ കണ്ടുമുട്ടുന്ന സമയത്ത് നല്ല സ്ഥിരതയോടുകൂടെ യുദ്ധരംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ഇച്ഛാശക്തി നൽകുകയും ചെയ്യണം. അവർ ഞങ്ങളോട് ഇങ്ങോട്ട് അതിക്രമത്തിന് വരികയാണ്, കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് ഞങ്ങളുടെ നേരെ വന്നാൽ
അതിനെ വിസമ്മതിക്കുക എന്ന ബാധ്യത ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കിടങ്ങ് കുഴിച്ച് പൂർത്തിയാകുന്നു. അങ്ങനെ മദീനയിലേക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000 ആളുകൾ, അഥവാ ഖുറൈശികളിൽ നിന്നുള്ള 4,000-ഉം ഖത്ഫാൻ ഗോത്രത്തിൽ നിന്നുള്ള 6,000 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം, 10,000 ആളുകൾ അവർ നബിതങ്ങളെ നേരിടുന്നതിനു വേണ്ടി മദീനയിലേക്ക് പുറപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 5-ാം വർഷം ശവ്വാലിൽ 3000 സഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പുറപ്പെടുന്നു. ഈ കിടങ്ങിന്റെ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളും മറുഭാഗത്ത് ശത്രുക്കളും എന്ന അർത്ഥത്തിലാണ് അവിടെ സമൂഹത്തെ സംവിധാനിക്കുന്നത്. മുസ്ലിമീങ്ങളിലുള്ള സ്ത്രീകളും കുട്ടികളും അവരൊക്കെ മദീനയിൽ തന്നെ ഒരു പ്രത്യേക ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനമൊരുക്കി ആ സംവിധാനത്തിനുള്ളിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരുക്കമാണ് നബിതങ്ങൾ നേരത്തെ നടത്തിയത്. അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ചാർജ് ഏൽപ്പിച്ചുകൊണ്ടും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകളെ അവർക്ക് കാവലിന് വേണ്ടി പ്രത്യേകം ഏർപ്പാടാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഈ മുസ്ലിമീങ്ങളിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണത്തിനു വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇരിക്കുന്നതിനിടക്ക് അള്ളാഹുവിന്റെ ശത്രുവായിട്ടുള്ള ഹുയയ്യ് ഇബ്നു അഖ്തുബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, കഅബ് ഇബ്നു അസദ് എന്ന് പറയുന്ന മദീനയിലുള്ള ബനൂ ഖുറൈള, മദീനയിൽ അന്ന് താമസിക്കുന്ന ജൂതഗോത്രം ബനൂ ഖുറൈളയാണ്. ആ ബനൂ ഖുറൈളയുടെ ലീഡർ കഅബ് ഇബ്നു അസദിന്റെ അടുത്ത് വന്ന് മദീനയിൽ താമസിക്കുന്ന തദ്ദേശീയരായ അവരെയും കൂടെ യുദ്ധത്തിലേക്ക് ഇറക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുകയും അതിനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയും അവസാനം നിബിതങ്ങളുമായി അവരും തമ്മിലുള്ള കരാറ് മറന്നുകൊണ്ട് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ നിങ്ങളെ സഹായിക്കാമെന്ന തീരുമാനത്തിൽ ബനൂ ഖുറൈള കൂടി എത്തുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത് സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി തീർക്കുന്ന ഒരു രംഗം ആ ബനൂ ഖുറൈളയുടെ ചുവടുമാറ്റത്തോടുകൂടെ ഉണ്ടാകുന്നു എന്നർത്ഥം. ഏതായാലും മുസ്ലിമീങ്ങൾക്കുള്ള ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അത് മദീനയിൽ തന്നെ താമസിക്കുന്ന മുസ്ലിമീങ്ങളുടെ കൂടെ താമസിക്കുകയും അതേസമയം സത്യവിശ്വാസം മനസ്സിലില്ലാതിരിക്കുകയും ചെയ്ത ആ കപടന്മാർ നന്നായി ആ ദയനീയമായിട്ടുള്ള അവസ്ഥയെ ഉപയോഗപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 12-13 സൂക്തങ്ങളിൽ അള്ളാഹു രേഖപ്പെടുത്തിയത് കാണാം. وَإِذْ يَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَّرَضٌ مَّا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا وَإِذْ قَالَتْ طَائِفَةٌ مِّنْهُمْ يَا أَهْلَ يَثْرِبَ لَا مُقَامَ لَكُمْ فَارْجِعُوا وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ يَقُولُونَ إِنَّ بُيُوتَنَا عَوْرَةٌ وَمَا هِيَ بِعَوْرَةٍ إِن يُرِيدُونَ إِلَّا فِرَارًا. കപടന്മാർ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള സത്യവിശ്വാസികളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ ആശങ്കയുണ്ടാക്കുന്നതിന് വേണ്ടി അവർ പറയുകയാണ്. എന്താ പറയുന്നത്? മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. അള്ളാഹും അവന്റെ പ്രവാചകരും നമ്മളോട് വഞ്ചന മാത്രമേ വാഗ്ദാനം ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹായമുണ്ടാകുമെന്ന് അള്ളാഹും റസൂലും പറയും. പക്ഷേ ഇവിടെ ഈ വിധത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പൊരിവെയിലത്ത് നിൽക്കുന്ന നമുക്ക് ഒരു സഹായവും കാണാനില്ലല്ലോ എന്നവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ പറയുകയാണ്, യാ അഹ്ല യസ്രിബ്, ഓ യസ്രിബുകാരെ, മദീനക്ക് അന്ന് പറയുന്ന പേരാണല്ലോ യസ്രിബ്, ഓ യസ്രിബുകാരെ, ലാ മുഖാമലക്കും, നിങ്ങൾക്ക് ഇവിടെ സ്ഥിരതയില്ല, അതുകൊണ്ട് ഫർജിഉ, മടങ്ങിക്കോളൂ, യുദ്ധത്തിന് എന്ന് പറഞ്ഞ് ഇവിടെ നിന്നാൽ നിങ്ങളുടെ അഡ്രസ്സ് തെറിക്കും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവര് ചിലർ നബിതങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് യുദ്ധത്തിന് വീട്ടിലേക്ക് പോകാൻ അനുവാദം തരണം, കാരണം ഇന്ന ബുയൂത്തന ഔറ, ഞങ്ങളുടെ വീടുകളൊന്നും അത്ര ഭദ്രതയില്ലാത്തതാണ്, അടച്ചുറപ്പില്ലാത്തതാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഭദ്രതയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള കുതന്ത്രം പ്രയോഗിക്കുകയാണവർ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതായാലും മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ കപടന്മാർ വിശ്വാസികളുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് പരമാവധി പാളയത്തിൽ പടയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒക്കെ അവരനുഭവിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. വല്ലദീ നഫ്സി ബിയദിഹി ലയുഫറജന്ന അലൈക്കും മാ തറൗന മിനശ്ശിദ്ദ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് രക്ഷയുടെ വഴികൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. എന്നു മാത്രമല്ല ഇന്നീല അർജു അൻ അത്തൂഫ ബിൽ ബൈത്തിൽ അതീഖ് ആമിനൻ, നിർഭയനായി മക്കയിലെ കഅബാലയം ഞാൻ തവാഫ് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. വയദ്ഫഅ അല്ലാഹു ഇലയ്യ മഫാത്തിഹൽ കഅബത്തി, കഅബയുടെ താക്കോൽ എന്റെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ചു തരുന്ന ദിനം വിദൂരമല്ല എന്നും എനിക്ക് വിശ്വാസമുണ്ട്. എന്നു മാത്രമല്ല വലയഹലിക്കന്ന അല്ലാഹു കിസ്റ വ കൈസർ, ഈ അറേബ്യൻ മുശ്രിക്കുകളെ മാത്രമല്ല ഇവരെക്കാളൊക്കെ എത്രയോ വലിയ സൈനിക ശക്തികളായ കിസ്റയും കൈസറിനെയും അല്ലാഹു തആല, അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളായ പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങൾ, അവരെപ്പോലും അല്ലാഹു തആല നശിപ്പിച്ചുകൊണ്ട് വല തുംഫഖന്ന കുനൂസുഹുമാ ഫീ സബീലില്ലാഹ്, അവരുടെ ഒക്കെ നിധിശേഖരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തും ശത്രുക്കൾ മറുഭാഗത്തുമായി അത്ഫാൻ ഗോത്രക്കാരുടെ നേതൃത്വത്തിൽ ഒരു സൈഡിലും ഖുറൈശികളുടെ നേതൃത്വത്തിൽ മറ്റൊരു സൈഡിലുമായി മദീനക്ക് നേരെ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള അതിശക്തമായ സംവിധാനങ്ങൾ അവരൊരുക്കാൻ വേണ്ടി പദ്ധതിയൊക്കെ തയ്യാറാക്കിയെങ്കിലും ഈ കിടങ്ങ് എന്ന് പറയുന്നത് അവർക്ക് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി. അത് മുറിച്ചു കടക്കാനും ഇപ്പുറത്തേക്ക് വരാനുമുള്ള ഒരു സാഹചര്യവും അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നു മാത്രമല്ല ഈ കിടങ്ങ് കുഴിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിന്റെ യുദ്ധതന്ത്രം അത് നേരത്തെ ഖുറൈശികൾക്ക് പരിചിതമല്ലതാനും. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് കാണാതായപ്പോൾ അവർ ഈ കിടങ്ങിന്റെ അപ്പുറത്തു നിന്ന് മുസ്ലിമീങ്ങൾക്ക് നേരെ അമ്പെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. സ്വാഭാവികമായും മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് അമ്പിന്റെ ഒക്കെ അളവ് വളരെ കുറവാണ്, എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ആർത്ഥത്തിൽ തിരിച്ചുള്ള പ്രയോഗത്തിന് സംവിധാനങ്ങൾ കുറയുന്നുണ്ട്. പക്ഷെ ശത്രുക്കൾ അത്തരത്തിലുള്ള എല്ലാ ആയുധങ്ങളുടെ അതിശക്തമായിട്ടുള്ള ശേഖരവുമായി വന്നിരിക്കുന്നു എന്നത് മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. എന്നാൽ ഈ കിടങ്ങ് മുറിച്ചു കടന്ന് മുസ്ലിമീങ്ങൾക്ക് നേരെ ഫിസിക്കൽ അറ്റാക്കിനുള്ള പദ്ധതി തയ്യാറാക്കാൻ പറ്റുമോ എന്നാലോചിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ചില കുതിരപ്പടയാളികൾ ഈ കിടങ്ങിന്റെ താരതമ്യേന വീതി കുറഞ്ഞ ഭാഗത്തുകൂടെ ഇപ്പുറത്തേക്ക് അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവരും അതേപോലെ രക്ഷയില്ലെന്ന് കണ്ട് പിന്തിരിഞ്ഞോടിയവരും ഈ കിടങ്ങിൽ വീണ് അപകടം പറ്റിയവരും ഒക്കെ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങളിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരത്തെ തന്നെ മദീനയിൽ പ്രത്യേകം സംരക്ഷണത്തിന്റെ ഒരു കേന്ദ്രം ഒരുക്കിയിരുന്നുവെന്ന്. 200 പുരുഷന്മാരെ മഹാനായ മസ്ലമത്ത് ബിനു അസ്ലം റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു എന്നിവരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. സ്വാഭാവികമായും മദീനയിലുള്ള അവർക്ക് നേരെ മദീനയിൽ തന്നെ താമസിക്കുന്ന ബനൂ ഖുറൈള എന്ന നബിതങ്ങളോടുള്ള കരാറിന്റെ ലംഘനം നടത്തിയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ അറ്റാക്ക് പ്രതീക്ഷിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഉറക്കെ തക്ബീർ വിളിച്ചുകൊണ്ട് തക്ബീറിന്റെ ധ്വനികൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ശത്രുക്കളുടെ മനസ്സിൽ അതിശക്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഒരു അലർട്ടാണ്, അവർക്ക് നേരെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ കുതന്ത്രവും നടക്കില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ബനൂ ഖുറൈളക്ക് ഭയമുണ്ടാക്കുന്നതോടൊപ്പം മുസ്ലിമീങ്ങൾക്ക് ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആത്മവിശ്വാസം പകരാനുള്ള പദ്ധതികൾ കൂടി തയ്യാറാക്കിയിരുന്നു എന്ന് കാണാം. ചില ജൂതന്മാർ ഈ കോട്ടയുടെ അകത്തേക്ക് പ്രത്യേകമായി സംവിധാനിച്ചിരിക്കുന്ന ഇതിലേക്ക് ഇരച്ചു കയറാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഒളിഞ്ഞു നോട്ടത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഈ കോട്ടയുടെ അകത്തുള്ള സഫിയ റളിയല്ലാഹു അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അമ്മായി, അവർ ഒരു പുരുഷന്റെ ആവേശത്തോടുകൂടെ അല്ലെങ്കിൽ അതിലേറെ നിശ്ചയദാർഢ്യതയോടുകൂടെ ആ ഒളിഞ്ഞു നോട്ടത്തിന് ശ്രമിച്ച ആളെ കൈകാര്യം ചെയ്തത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി ഇവിടെ ഖന്തക്കിന്റെ ചരിത്രത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും യുദ്ധത്തിന്റേതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ അമ്പെയ്ത്തിന്റെയും പരസ്പരമുള്ള ഈ പോരാട്ടത്തിന്റെയും സാഹചര്യങ്ങൾ നിരന്തരം അതിശക്തമായ വിധത്തിൽ തുടരുകയും ദിവസങ്ങളോളം ആ അവസ്ഥകൾ നീണ്ടു നിൽക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്കും സഹാബത്തിനും അസർ നിസ്കാരം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരു ദിവസവും, ളുഹറും അസറും മഗ്രിബും നഷ്ടപ്പെടുന്ന സാഹചര്യം പിന്നീട് ഒരു ദിവസവും, ഇശാഇന്റെ സമയത്ത് തന്നെ എല്ലാ നിസ്കാരങ്ങളും ഒന്നിച്ച് നിസ്കരിക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായത് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖുർആനിൽ പേടി ശക്തിയായാലുള്ള നിസ്കാരത്തിന്റെ നിയമം
അത് വരുന്നതിന് മുമ്പായിരുന്നു. അത് സൂറത്തുൽ ബഖറയുടെ 239 ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ച ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ ഫൈദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമകും മാ ലം തകൂനു തഅലമൂൻ എന്ന ആയത്തിൽ പഠിപ്പിച്ചതുപോലത്തെ നിയമങ്ങൾ വരുന്നതിന് മുമ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അന്ന് നിസ്കാരം നഷ്ടപ്പെടുക എന്നത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ മുത്തുനബി വല്ലാതെ വേദനിക്കുകയും അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കുകയും ചെയ്തതൊക്കെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഏതായാലും ഈ പ്രതിരോധത്തിന്റേതായ സാഹചര്യങ്ങൾ നീണ്ട 15 ദിവസം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിശക്തമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരോട് പ്രതിരോധിക്കാൻ ആയുധത്തിന്റെ അതിശക്തമായിട്ടുള്ള കുറവ് മുസ്ലിമീങ്ങളെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശത്രുക്കളാണെങ്കിലോ ഖത്ഫാൻ ഗോത്രക്കാരും ഖുറൈശികളും അതോടൊപ്പം തന്നെ ഈ ബനൂ ഖുറൈളയിൽ നിന്നുള്ള ചുവടുമാറ്റത്തിന്റെ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും മുനാഫിക്കുകൾ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്നുള്ള അവരുടെ ആത്മവിശ്വാസം തകർക്കും വിധത്തിലുള്ള പ്രതിസന്ധികളും എല്ലാം കൂടി വിശ്വാസികളെ വരിഞ്ഞു മുറുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ അഹ്സാബിന്റെ 9 മുതൽ 11 കൂടിയ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് കാണാമല്ലോ. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദാ. അതിഗുരുതരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. അവർ കിടുകിട വിറപ്പിക്കപ്പെടുകയാണ്. അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യങ്ങൾ. അവിടെയാണ് കപടന്മാർ പറയുന്നത് മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. അല്ലാഹുവും റസൂലും ചുമ്മാ പുളുവടിക്കുകയായിരുന്നു നമ്മളെ സഹായിക്കാമെന്ന്, ഒന്നും കാണാനില്ലല്ലോ, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോയാൽ എന്തുണ്ട് വഴി എന്നാലോചിക്കുന്ന അത്തരമൊരു സാഹചര്യം. അതൊക്കെ ഇങ്ങനെ വന്നപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ മഹാന്മാരായ സഹാബത്തിന്റെ പ്രയാസകരമായ സാഹചര്യത്തിനൊരു അറുതി വരുത്താൻ ഈ ശത്രുപക്ഷത്തുള്ള സൈന്യത്തിന്റെ ഇടയിൽ ഒരു ചെറിയ ഭിന്നിപ്പിന്റെ സാഹചര്യം ഉണ്ടാക്കി ഖത്ഫാൻ ഗോത്രക്കാരോട് ഒരു ചെറിയ വിലപേശലിനുള്ള ശ്രമം നടത്തിയാലോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചിന്തിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അതിനുവേണ്ടി മദീനയിലുള്ള മുസ്ലിമീങ്ങളുടെ കൃഷിയിടത്തിൽ നിന്നൊരു വിഹിതം അവർക്ക് നൽകാം, മുസ്ലിമീങ്ങളുടെ പോരാട്ടത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകാൻ എന്നൊരാലോചന നടത്തിയാലോ എന്ന് സഹാബത്തുമായി മുത്തുനബി കൂടിയാലോചിക്കുകയാണ്. ആലോചിക്കുമ്പോൾ മദീനയിലുള്ള മുസ്ലിമീങ്ങളുടെ നേതാവ് ഔസ് ഗോത്രത്തിന്റെയും അതേപോലെ തന്നെ ഖസർജ് ഗോത്രത്തിന്റെയും 2 നേതാക്കന്മാരായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അതുപോലെ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഔസ് ഗോത്രത്തിന്റെ ലീഡറാണ്. സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു ഖസറജ് ഗോത്രത്തിന്റെ ലീഡറാണ്. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യാൻ തങ്ങളോട് കൽപ്പിച്ചതാണോ? അതല്ല, അത്തരത്തിലുള്ളൊരു തീരുമാനം തങ്ങൾക്കുണ്ടോ? അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി തങ്ങൾ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണോ എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി പറഞ്ഞു, ബൽ ശൈഉൻ അസ്നഉ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണത്. അതായത് ഇത്തരമൊരു ചെറിയ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും മുസ്ലിമീങ്ങളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വഴി ഒരുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ മദീനക്കാരുടെ നേതാക്കളായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? നബിയെ, ഞങ്ങൾ ശിർക്കിലും ബിംബാരാധനയിലുമായി കഴിഞ്ഞുകൂടുന്ന കാലത്ത് പോലും അതിഥി സൽക്കാരത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കച്ചവടത്തിന്റെ നിലക്കോ അല്ലാതെ ഒരു സമ്പത്തും തിന്നാൻ ഞങ്ങളാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമുമായി ഞങ്ങൾ അല്ലാഹു തആല ആദരിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ സമ്പത്ത് അവർക്കങ്ങ് ഒരു കാര്യവുമില്ലാതെ എറിഞ്ഞു കൊടുക്കാനോ ഒരിക്കലും തന്നെ വല്ലാഹി ലാ നുഅ്തീഹിം ഇല്ല സൈഫ്, അവർക്ക് വാളല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കൊടുക്കുകയില്ല. ഹത്താ യഹ്കുമല്ലാഹു ബൈനനാ വ ബൈനഹും, അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ അല്ലാഹു തആല തീരുമാനം പ്രഖ്യാപിക്കുന്നത് വരെ എന്ന് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾക്ക് വേണ്ടി അങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല, താഴ്ന്നു കൊടുക്കേണ്ടതില്ല, നമ്മൾ പൊരുതുക തന്നെ, തീരുമാനമാകുന്നത് വരെ പൊരുതുക തന്നെ എന്ന മദീനക്കാരുടേതായിട്ടുള്ള നിശ്ചയദാർഢ്യതയുടെ കൃത്യമായ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുന്നിൽ ഈ നേതാക്കന്മാർ നടത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ സപ്പോർട്ടുമായി മദീനക്കാർ ഒപ്പമുണ്ടെന്ന് ഒരിക്കൽ കൂടി തങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സഹാബത്തിന് ഈ യുദ്ധത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അതാണ് അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിർ റൗആത്തിന, ഭയങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിർഭയത്വത്തിന്റെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക്
ഞങ്ങൾക്ക് രക്ഷ തരണമെന്നും ഞങ്ങളുടെ മറപൊളിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കണമെന്നും അർത്ഥം വരുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് സരി അൽ ഹിസാബ് യഹ്സുമിൽ അഹ്സാബ് അല്ലാഹുമ്മ ഹ്സിംഹും വസൽസിൽഹും ഫാജാബ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ ഗ്രന്ഥം അവതരിപ്പിച്ച അല്ലാഹുവേ, പെട്ടെന്ന് വിചാരണ നടത്താൻ കഴിവുള്ള നാഥ, ഈ ശത്രു സംഘത്തെ നീ ഓടിക്കണം, അവരെ നീ നശിപ്പിക്കണം, അവർക്കിടയിലേക്ക് നീ ഭയം വിട്ടുകൊടുക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയും മുസ്ലിമീങ്ങൾക്ക് വിജയത്തിന്റേതായിട്ടുള്ള വഴി ഉറപ്പാവുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ വിധത്തിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സന്തോഷത്തിന്റെ ഒരു നിർഭയത്വത്തിന്റെ സാഹചര്യം അല്ലാഹു തആല ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ ഇടയിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ള സഹായം അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് നൽകുകയാണ്. അതാണ് നുഐമുബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഗത്ഫാൻ ഗോത്രത്തിലെ ഒരു മെമ്പർ. അദ്ദേഹം മുസ്ലിമീങ്ങളോട് യുദ്ധത്തിന് വന്ന ആളാണെങ്കിലും യുദ്ധത്തിന്റേതായിട്ടുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സു മാറുന്നു. സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരണമെന്ന ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നു. അദ്ദേഹം എങ്ങനെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹി ഇന്നി ഖദ് അസ്ലംതു, ഞാൻ മുസ്ലിമായിരിക്കുന്നു നബിയെ, വ ഇന്ന ഖൗമി ലം യഅലമു ബി ഇസ്ലാമി, എന്റെ സമൂഹത്തിന് ഞാൻ മുസ്ലിമായിട്ടുണ്ടെന്ന വിവരം അറിയില്ല. അവരുടെ കണക്കൂട്ടലനുസരിച്ച് ഞാനിപ്പോഴും അവരുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് ഫമുർനി ബിമാ ശിഅത, തങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും തന്ത്രങ്ങൾ യുദ്ധരംഗത്ത് പയറ്റാനുള്ളതുണ്ടെങ്കിൽ തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നോളൂ, ഞാനത് കൃത്യമായിട്ട് പ്രാക്ടിക്കലാക്കിക്കോളാം എന്ന് ബഹുമാനപ്പെട്ട നുഐമുബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരാൾ ആണ് നിങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുമായി എന്തോ ഒരു പോരാട്ടത്തിനോ അല്ലെങ്കിൽ ഒരു മൽപിടുത്തത്തിനോ വന്നതാണെന്ന നിലയിൽ നിങ്ങൾ നിൽക്കണം. കാരണം പരസ്പരം ഒരു കോംപ്രമൈസിന്റെ ശൈലിയിലാണ് എന്ന തോന്നല് ശത്രുക്കൾക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശത്രുപക്ഷത്ത് നിന്ന് ഞങ്ങൾ ഭീഷണിപ്പെടുത്താൻ വന്നതാണെന്ന ഒരു നാട്യത്തോടുകൂടെ നിങ്ങളിവിടെ നിൽക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നുഐമുബ്നു മസ്ഊദുൽ ഗത്ഫാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ബനൂ ഖുറൈദയിൽ പോയി. കാരണം ബനൂ ഖുറൈദപ്പോ മുസ്ലിമുകളോടുള്ള സന്ധിയുടേതായിട്ടുള്ള കരാറ് ലംഘനം നടത്തി മാപ്പർഹിക്കാത്ത പാതകം ചെയ്തു നിൽക്കുകയല്ലേ. ഒരു നിർണായകമായ ഘട്ടത്തിൽ പാലം വലിച്ചു വഞ്ചന കാണിച്ച കൊടുംചതിയന്മാരല്ലേ അവർ. അതുകൊണ്ട് തന്നെ ബനൂ ഖുറൈദയിൽ പോയി അവരോട് നിങ്ങൾ പറയണം. എന്ത്? ബനൂ ഖൈനുഖാഉം ബനൂ നളീറും പണ്ട് തോന്നിയാസം കാണിച്ചിട്ട് അവരൊക്കെ മദീനത്ത് നിന്ന് നാട് വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടായില്ലേ? അതേപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ മുൻകരുതൽ സ്വീകരിച്ചോ. അതെന്താണ്? ഇന്നൽ ബലദ ബലദുക്കും ഫീഹി അംവാലുക്കും വഅബ്നാഉക്കും വനിസാഉക്കും. ഇത് നിങ്ങളുടെയും കൂടെ നാടാണ്. ഇവിടെയാണ് നിങ്ങളുടെ സമ്പത്തുള്ളത്, ഇവിടെയാണ് നിങ്ങളുടെ സന്താനങ്ങളുള്ളത്, ഇവിടെയാണ് നിങ്ങളുടെ ഭാര്യമാരുള്ളത്. അതേസമയത്ത് ഇന്ന ഖുറൈശൻ വഖത്ഫാൻ, ഖുറൈശികളും ഗത്ഫാൻ ഗോത്രക്കാരുമൊക്കെ ഇൻ റഔ ഫുർസതൻ ഇൻതഹസുഹ വഇല്ലാ ലഹഖൂ ബിബിലാദിഹിം വഖല്ലൗ ബൈനക്കും വബൈന الرجل ببلدكم ولا طاقة لكم بقتاله فلا تقاتلوه مع القوم حتى تأخذوا منهم رهنا من أشرافهم. ബനൂ ഖുറൈദ ഗോത്രക്കാരുടെ അടുത്ത് ചെന്ന അവരുടെ നേതാക്കളോട് നുഐമുബ്നു മസ്ഊദുൽ ഗത്ഫാനി തങ്ങൾ സംസാരിക്കുകയാണ് മുത്തനബിന്റെ നിർദ്ദേശപ്രകാരം. പിന്നെ ഈ ഖുറൈശികൾ അതേപോലെ തന്നെ ഗത്ഫാൻ ഗോത്രക്കാർ അവരൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. നിങ്ങൾ മദീനയിൽ താമസിക്കുന്നവരാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെയുണ്ട്. അവർ പൊടിയും തട്ടി അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർ അവരുടെ നാട്ടിലേക്ക് പോകും. പിന്നെ മദീനയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നേരത്തെ ബനൂ നളീറും ബനൂ ഖൈനുഖാഉം ഒക്കെ അനുഭവിച്ച ദുരന്തങ്ങൾ നിങ്ങൾക്കറിയില്ലേ. അതുകൊണ്ട് ഖുറൈശികളുടെ കൂടെ ചേർന്ന് നിങ്ങൾ യുദ്ധം ചെയ്യണമെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ പ്രത്യേകം കരാറ് സ്വീകരിക്കണം. എന്താ കരാറ് സ്വീകരിക്കേണ്ടത്? ഗത്ഫാൻ ഗോത്രത്തിലെയും ഖുറൈശികളുടെയും ഏതെങ്കിലും ലീഡേഴ്സിനെ ഞങ്ങളുടെ അടുത്ത് പണയമായി നിങ്ങൾ നിർത്തിത്തരണം, എന്നാലേ നിങ്ങളൊപ്പം യുദ്ധം ചെയ്യൂ എന്ന് നിങ്ങൾ അവരോട് പറയണം. അപ്പൊ ബനൂ ഖുറൈള ഈ അഭിപ്രായം കേട്ടപ്പോ പറഞ്ഞു, ലഖദ് അശർത ബിർറഈ, നിങ്ങൾ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതേ നുഐം ഖുറൈശിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യഹൂദികൾ മുഹമ്മദ് നബിയുമായിട്ടെന്തോ ഒരു കോംപ്രമൈസിന് ഒരു ചർച്ച നടത്തുന്നുണ്ടോ എന്ന് സംശയം. എന്താ ചർച്ച? ഈ മക്കക്കാരും ഗത്ഫാൻ ഗോത്രക്കാരും അവരായിട്ടൊന്നും ഞങ്ങൾക്ക് പ്രത്യേക ബന്ധമൊന്നുമില്ല. ഞങ്ങൾ വേണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ചില ലീഡേഴ്സിനെ പിടിച്ച് നിങ്ങൾക്ക് തരാം, എന്നിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയും ചെയ്യാം. തൽക്കാലം ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയൊരുക്കാം എന്ന് അവർ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. അതുകൊണ്ട്
നിങ്ങളുടെ ലീഡേഴ്സിന് അവർ ചിലപ്പോൾ പണയമായി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവരോട് പറഞ്ഞു. സ്വാഭാവികമായും അത്തരത്തിലൊരു ചർച്ച നടക്കുകയാണെങ്കിൽ അത് നമ്മൾ കരുതിയിരിക്കണമെന്ന ചിന്ത അവരുടെ മനസ്സിലും ഉണ്ടാക്കി. അങ്ങനെ രണ്ടു കൂട്ടരോടും, ഖുറൈശികളോടും ഗത്ഫാൻ ഗോത്രക്കാരോടും, നിങ്ങളുടെ ലീഡേഴ്സിനെ ബനൂ ഖുറൈള ഒരു പക്ഷേ പണയമായി ചോദിക്കാൻ സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞു. പിന്നീടതാ ദിവസങ്ങൾ പിന്നിടുന്നു. ഈ പ്രതിരോധത്തിന്റെയും അതേപോലെ പ്രയാസങ്ങളുടെയും ഒക്കെ സാഹചര്യം മുസ്ലിങ്ങളെ പോലെ തന്നെ ശത്രുക്കളെയും ചെറുതായിട്ട് ബാധിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടം. ഒരു ശനിയാഴ്ച ദിവസം, ശവ്വാൽ മാസത്തിലെ ഒരു ശനിയാഴ്ച ദിവസം ഖുറൈശികളും ഗത്ഫാൻ ഗോത്രക്കാരും ബനൂ ഖുറൈളയിലേക്ക് പ്രത്യേകമായിട്ട് ആളയക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഇന്നാ ലസ്നാ ബിദാരി മുഖാമിൻ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒട്ടകങ്ങളും അതേപോലെ തന്നെ കുതിരകളുമൊക്കെ നാശത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടത്തിന്റെ സാഹചര്യം, ആ സാഹചര്യത്തിന് ഈ കിടങ്ങിന്റെ അപ്പുറത്തുള്ള നിങ്ങൾ തന്നെ പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തി അതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് പറഞ്ഞു. ശനിയാഴ്ച ദിവസമാണ് അവരോട് ഇത് പറഞ്ഞത്. അപ്പൊ അവർ പറഞ്ഞു, ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, ഞങ്ങൾ ഇന്നൊന്ന് പ്രത്യേകമായിട്ടുള്ള സംഗതിയിലേക്കും പോകാത്ത ദിവസമാണ്, ഞങ്ങളുടെ പ്രത്യേക ആരാധനയുടെ ദിവസമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം ഞങ്ങൾ യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങളിലുള്ള ലീഡേഴ്സിനെ ഞങ്ങളുടെ അടുത്ത് പണയമായി നിർത്തിത്തരണം, ഞങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടി എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് ബോധ്യപ്പെട്ടു, നേരത്തെ നുഅയ്മ ഇബ്നു മസ്ഊദ് പറഞ്ഞത് ശരിയാണ്, ഇവരെ നമ്മളെ മുഹമ്മദ് നബിക്ക് പിടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് എന്ന് തോന്നൽ അവർക്കുണ്ടായി. അതോടൊപ്പം തന്നെ യുദ്ധം ചെയ്യാൻ നിങ്ങളില്ലെങ്കിൽ, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങണില്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ് എന്ന് മക്കക്കാരും ഗത്ഫാൻ ഗോത്രക്കാരും പറഞ്ഞപ്പോ ഈ നുഅയ്മ ഇബ്നു മസ്ഊദ് പറഞ്ഞത് ശരിയാണ്, അവർ നമ്മളെ വിട്ടിട്ട് പോകുമെന്ന തോന്നൽ ബനൂ ഖുറൈളയുടെ മനസ്സിലുമുണ്ടായി. അതോടുകൂടെ അവരുടെ ഇടയിൽ പരസ്പരം വിശ്വാസം തകർന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നിപ്പോ നമ്മൾ സിയാറത്തിനൊക്കെ പോയാൽ ആ മസാജിദുൽ സബ്ആ നിൽക്കുന്ന ഭാഗത്ത്, മസ്ജിദുൽ ഫതഹ് എന്ന് പറയുന്ന പള്ളിയുടെ ഭാഗത്ത് റസൂലുള്ളാഹി പ്രത്യേകമായി സുജൂദിൽ കിടന്ന അള്ളാഹുവിനോട് 2 ദിവസത്തിലധികം ദുആ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുക്കുന്നതിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ അതിശക്തമായ കൊടുങ്കാറ്റ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് അള്ളാഹു തആല അടുപ്പിച്ചു. ആ കൊടുങ്കാറ്റടിച്ചതോടുകൂടി അവരുടെ ഹൈമകളൊക്കെ പാറിപ്പോകുന്നു. അതുപോലെ തന്നെ മൃഗങ്ങൾ കെട്ടഴിഞ്ഞു പോകുന്നു. അതുപോലെ അവർക്കാർക്കും നിക്കക്കള്ളിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോ ഇത് വല്ലാത്തൊരു പ്രതിസന്ധി നമുക്ക് വരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ സൈന്യത്തിന്റെ നേതാവായ അബൂ സുഫിയാൻ തന്നെ കൂടെയുള്ളവരോട് പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങളെല്ലാവരും നോക്കൂ, തൊട്ടടുത്ത് ആരാണ് നിൽക്കുന്നത് എന്ന്. അപ്പൊ അവരുടെ സൈനിക നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അതിരഹസ്യമായി മഹാനായ ഹുസൈഫ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ അവരുടെ ആ കൂടാരത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ എന്തൊക്കെയാണ് നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഹുസൈഫ റളിയല്ലാഹു അൻഹു ഇരുട്ടുള്ള സമയമാണ്, ആ സമയത്താണ് ഈ കൊടുങ്കാറ്റടിക്കുന്നത്. കൊടുങ്കാറ്റടിച്ചപ്പോ സ്വാഭാവികമായും അബൂ സുഫിയാൻ പറയാണ്, എന്ത് ലിയൻദുർ ഇംറുഉം മൻ ജലീസുഹു, ഓരോരുത്തരും തൊട്ടടുത്തിരിക്കുന്ന ആളാരാ നോക്കണം. അപ്പൊ ഹുസൈഫ റളിയല്ലാഹു അൻഹു ഒരാളുടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, സംഘത്തിലുള്ള ഒരാളുടെ കൈ ഇങ്ങനെ പിടിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോ ഹുസൈഫ റളിയല്ലാഹു അൻഹു ഒരാളുടെ പേര് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, യാ മഅശറ ഖുറൈശിൻ ഇന്നക്കും വല്ലാഹി മാ അസ്ബഹതും ബിദാരി മുഖാം ലഖദ് ഹലകൽ ഖുറാഉ വൽ ഖൗഫ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുതിരയും ഒട്ടകവും എല്ലാം നാശത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. നമുക്കിവിടെ താമസിക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ലല്ലത് എന്ന് മാത്രമല്ല, നമുക്ക് വലിയ സപ്പോർട്ട് തരുമെന്ന് വിചാരിച്ച തദ്ദേശീയരായ ബനൂ ഖുറൈള അവർ നമ്മളോട് ചതി കാണിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇനി നാൾക്കുനാൾ വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഈ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യം വന്ന സ്ഥിതിക്ക്, ഇനി ഭക്ഷണമുണ്ടാക്കാൻ തീപ്പൂട്ടാൻ പോലും സാധിക്കില്ലാത്ത സ്ഥിതിക്ക് നമുക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫർത്തഹിലു ഫൈന്നി മുർത്തഹി, ഞാൻ പോവുകയാണ്, നിങ്ങളും പോന്നോളൂ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗത്ഫാൻ ഗോത്രക്കാർ ഖുറൈശികൾ ഇത്തരം ഒരു നിലപാടെടുക്കുന്നു എന്നറിഞ്ഞപ്പോ അവര് നേരത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് പുറപ്പെടാൻ അവരും തീരുമാനിച്ചു. ഹുസൈഫ റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ അടുത്ത് വന്നിട്ട് അവര് പിന്തിരിഞ്ഞ് ഓടുകയാണ് നബി എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു അഅസ്സ ജുൻദഹു വനസറ അബ്ദഹു വഗലബ അൽ അഹ്സാബ വഹദഹു ഫലാ ശൈഅ ബഅദഹു. ബഹുമാനപ്പെട്ട ഖുർആൻ ഈ കാര്യമാണ് രേഖപ്പെടുത്തുന്നത്. സൂറത്തുൽ അഹ്സാബിന്റെ 9-ാമത്തെ സൂക്തത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറൂ നിഅമതല്ലാഹി അലൈക്കും إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها
വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം. കാരണം സൈന്യം നിങ്ങൾക്ക് നേരെ വന്നു, പ്രതിരോധിക്കാനും പ്രതികരിക്കാനും പറ്റാത്ത വിധം നിങ്ങൾ വരിഞ്ഞു മുറുക്കപ്പെടുന്ന പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ അല്ലാഹു തആല ഫർസൽന അലൈഹിം റീഹൻ, അവർക്കു നേരെ നാം കൊടുങ്കാറ്റടിപ്പിച്ചു. വജുനൂദല്ലം തറൗഹ, നിങ്ങൾ കാണാത്ത മലക്കുകളുടെ സൈന്യത്തെയും നാം അയച്ചു. അല്ലാഹു തആല നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആ അഹ്സാബിന്റെ 9-ാം സൂക്തത്തിൽ പഠിപ്പിച്ച ഈ സൂക്തം അതാണ് രേഖപ്പെടുത്തുന്നത്. ഏതായാലും മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതും, അഥവാ ബദറിൽ തോറ്റതിന് പകരം ചോദിക്കാൻ ഉഹദിലെത്തി, ആ ഉഹദിലെ തോൽവിക്ക് പകരം ചോദിക്കാൻ ഖന്തക്കിൽ വന്നു. ആ ഖന്തക്കിലും തോറ്റോടേണ്ട ഗതികേട് തന്നെ ശത്രുക്കൾക്ക് സമ്മാനിച്ചുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ നേരിട്ടുള്ള ഫിസിക്കൽ അറ്റാക്ക് നടന്നില്ലെങ്കിൽ പോലും മുസ്ലിമീങ്ങളും ശത്രുക്കളും അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചും പ്രയാസങ്ങൾ അനുഭവിച്ചും നന്നായി കഷ്ടപ്പെടേണ്ടി വന്ന ഖന്തഖ് യുദ്ധം ഇതുപോലൊരു ശഅബാൻ മാസത്തിൽ നടക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ സഹൽ റളിയല്ലാഹു അൻഹു, തുഫൈൽ ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സഅലബത്ത് ബിൻ ഗനമ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ സയ്ദ് നജ്ജാരി റളിയല്ലാഹു അൻഹു എന്നീ 6 പേര് രക്തസാക്ഷിത്വം വരിക്കുകയും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മുനബ്ബിഹ് ബിൻ ഉസ്മാൻ, നൗഫൽ ബിൻ അബ്ദില്ല, അംർ ബിൻ അബ്ദുവുദ് എന്ന് പറയുന്ന 3 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാണ് ഈ പോരാട്ടത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖന്തഖ് യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ച മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്കെല്ലാം നമ്മളെ തൊട്ട് ഖൈറായ പ്രതിഫലം നൽകട്ടെ. ഏതു പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോഴും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടത്തിനും താൽപര്യത്തിനും വേണ്ടി അടിയുറച്ച് നിലകൊള്ളാനുള്ള വിശ്വാസികളുടെ അതിശക്തമായ നിശ്ചയദാർഢ്യതയുടെയും ഇച്ഛാശക്തിയുടെയും വ്യക്തമായ പ്രഖ്യാപനമാണ് ഖന്തഖ് എന്ന യുദ്ധവും നമുക്ക് നൽകുന്നത്. പോരാട്ടത്തിന് ശത്രുക്കൾ നമ്മളെ നിർബന്ധിക്കുന്ന ഘട്ടത്തിൽ പ്രതിരോധം തീർക്കുന്ന ഈ ശൈലി, അതിലും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം ലഭിക്കാൻ പറ്റും വിധത്തിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരണമുള്ള അച്ചടക്കമുള്ള ആളുകളായി മാറുക എന്ന ബാധ്യത നമ്മൾ നിർവഹിക്കണമെന്ന ഗുണപാഠവും കൂടി ഈ യുദ്ധത്തിന്റേതായ സന്ദേശങ്ങൾ നമുക്ക് കൈമാറുന്നുണ്ട്. അല്ലാഹു തആല ആ മഹാന്മാരായ സഹാബത്തിന് മുഴുവനും 3000-ഓളം വരുന്ന മുസ്ലിമീങ്ങളുടെ ആ മഹത്തുക്കളായിട്ടുള്ള സൈന്യം, അവർക്കെല്ലാം അല്ലാഹു തആല നമ്മളെ തൊട്ട് ഖൈറായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ഹഖ് ജാഹ് ബർക്കത്തോട് നമ്മളെല്ലാവരെയും അല്ലാഹുവിന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മഹാന്മാർക്കെല്ലാം ഒരു ഫാത്തിഹെങ്കിലും ഓതാൻ നമ്മളെല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഈ മഹാന്മാരോടൊത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.